ലോകമാകെ യുദ്ധഭീഷണികൾ തുടരുന്നതിനിടെ ഏറെക്കാലമായി ഇന്ത്യ കാത്തിരുന്ന അപ്പാച്ചെ യുദ്ധ ഹെലികോപ്റ്ററുകൾ വൈകാതെ ഇന്ത്യയിലെത്തുന്നു. ഇന്ത്യ US പ്രതിരോധ മന്ത്രിമാരുടെ ചർച്ചയെ തുടർന്നാണ് ഹെലികോപ്റ്ററുകൾ അടുത്ത 2 ആഴ്ചക്കുള്ളിൽ എത്തുമെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചത്. അമേരിക്കയിൽ നിന്നുള്ള 3 അപ്പാച്ചെ AH-64E ആക്രമണ ഹെലികോപ്റ്ററുകളുടെ ആദ്യ ബാച്ച് ജൂലൈ 15-നകം വിതരണം നടത്തുമെന്നാണ് മന്ത്രാലയം അറിയിച്ചത്. ആകെ 6 അപ്പാച്ചെ ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതിൽ 3 എണ്ണം ഈ മാസവും അടുത്ത ബാച്ച് 3 ഹെലികോപ്റ്ററുകൾ ഈ വർഷം നവംബറോടെയും അമേരിക്ക ഇന്ത്യയിലേക്ക് വിതരണം ചെയ്യും. 2020 അമേരിക്കയുമായി ഒപ്പുവെച്ച $600 മില്യൺ, അതായത് അന്നത്തെ 5691 കോടി രൂപയുടെ കരാർ പ്രകാരമാണ് ഹെലികോപ്റ്ററുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്. 2024 മെയ് ജൂൺ മാസങ്ങളിൽ ഹെലികോപ്റ്ററുകൾ എത്തുമെന്നായിരുന്നു 2020 ഇന്ത്യ ഒപ്പുവെച്ച കരാറിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ സമയപരിധി പാലിക്കാൻ അമേരിക്കക്കായില്ല. പിന്നീട് 2024 ഡിസംബറിലേക്ക് കരാർ നീട്ടിയെങ്കിലും ഇന്ത്യക്ക് നിരാശയായിരുന്നു ഫലം. കരാർ ഒപ്പുവെച്ച് 4 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ എത്തുമെന്ന് അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്ക് ഉറപ്പ് ലഭിച്ചത്. ഇത് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പാച്ചെ AH-64E പ്രവർത്തിക്കാൻ ആവശ്യമായ പ്രത്യേക സംവിധാനങ്ങൾ ഇന്ത്യ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇന്ത്യൻ ആർമി ഏവിയേഷൻ കോർപ്സ് ജോധ്പൂരിൽ ആദ്യ സ്ക്വാഡ്രൺ രൂപീകരിച്ചിരുന്നു. ഈ മിലിറ്ററി യൂണിറ്റ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ പ്രവർത്തിപ്പിക്കും. യൂണിറ്റ് രൂപീകരണം കഴിഞ്ഞ് 15 മാസത്തിലേറെയായി ഹെലികോപ്റ്ററുകൾക്കായി ഇന്ത്യ കാത്തിരിക്കുകയാണ്. ആർമിയുടെ ഏവിയേഷൻ കോർപ്പിന്റെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായാണ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ ഇന്ത്യ വാങ്ങുന്നത്. പടിഞ്ഞാറൻ അതിർത്തിയിൽ ഹെലികോപ്റ്ററുകൾ വിന്യസിക്കുന്നത് സൈന്യത്തിന്റെ പോരാട്ടശേഷിയെ കൂടുതൽ ശക്തിപ്പെടുത്തും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ജൂലൈ പകുതിക്ക് മുമ്പ് ഹെലികോപ്റ്ററുകൾ ഇന്ത്യയിൽ എത്തുമെന്ന കാര്യം അറിയിച്ചത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായ സംരംഭങ്ങൾ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ അമേരിക്ക നൽകിയ പിന്തുണയ്ക്ക് രാജ്നാഥ് സിംഗ് അമേരിക്കയ്ക്ക് നന്ദി അറിയിച്ചു. അതിർത്തി കടന്നുള്ള ഭീകരാക്രമണങ്ങൾ മുൻകൂട്ടി തടയാനും സ്വയം പ്രതിരോധിക്കാനുമുള്ള അവകാശം ഇന്ത്യക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനിടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന തേജസ് ലൈറ്റ് കോമ്പാക്ട് MK-1A വിമാനത്തിനായുള്ള US നിർമ്മിത ജനറൽ ഇലക്ട്രിക്കൽ എഞ്ചിനുകൾ സമയബന്ധിതമായി എത്തിക്കണമെന്നും ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ആവശ്യമുന്നയിച്ചു. ഇന്ത്യയിൽ ജെറ്റ് എഞ്ചിനുകൾക്കായി ഒരു ഉൽപ്പാദന യൂണിറ്റ് സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ജെറ്റ് എഞ്ചിനുകൾ സമയബന്ധിതമായി വിതരണം ചെയ്തത് ഉറപ്പാക്കുമെന്ന് ഹെഗ്സെത്ത് പറഞ്ഞതായി പ്രതിരോധ മന്ത്രാലയത്തിലെ വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ LCA തേജസിനായി GE ജെറ്റ് എഞ്ചിനുകൾ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട പ്രത്യേക സമയപരിധി വെളിപ്പെടുത്താൻ പ്രതിരോധ സ്രോതസ് വിസമ്മതിച്ചു എന്ന കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. അതേസമയം പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി സംസാരിച്ചതായി US പ്രതിരോധ വകുപ്പ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു. ഇന്ത്യയിലേക്കുള്ള പ്രധാന US ആയുധ വിൽപ്പനയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അടുത്ത പ്രതിരോധ വ്യാവസായിക സഹകരണത്തിന്റെ അനിവാര്യതയും ഇരുവരും ചർച്ച ചെയ്തതായി അമേരിക്ക അറിയിച്ചു. 10 വർഷത്തെ US ഇന്ത്യ പ്രതിരോധ ചട്ടം സംബന്ധിച്ച് ഈ വർഷം നടക്കുന്ന അടുത്ത കൂടിക്കാഴ്ചയിൽ ഇരുവരും ചർച്ച ചെയ്യുമെന്ന് സമ്മതിച്ചതായും പീറ്റ് ഹെഗ്സെത്ത് പറഞ്ഞു. Waytonikah.com, the exclusive Muslim matrimonial site.